ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരൻ ദേവികയോട് പറയാണ്, പാർവതി ഇറങ്ങിപ്പോയതിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റേഷനിൽ പോയിട്ട് പാർവതിയെ കാണാത്തതിന്റെ പേരിൽ ഒരു പരാതി കൊടുത്തോളാം. അപ്പോൾ ദേവിക പറയണേ, ഇത്രയും സമയമായില്ല, അച്ഛൻ ഇപ്പോൾ തനിച്ചു പോകുന്നത് ശരിയല്ല, ഞാൻ സിദ്ധുവിനെ വിളിച്ച് പറയാം. സിദ്ധുവിനെ വെറുതെ ഈ നേരത്ത് ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ തന്നെ തനിച്ചു പൊയ്ക്കോളാം. അപ്പോൾ ദേവിക പറയണ, അത് വേണ്ട, എങ്കിൽ ഞാൻ കൂടി വരാമെന്ന് പറയുമ്പോഴാണ് മുത്തശ്ശിയും ശരത്തും അവിടേക്ക് വരുന്നത്. എന്നിട്ട് ശരത്ത് പറയണ, നിങ്ങൾ ആരും പോവേണ്ട, അമ്മയെ കാണാത്തതിന്റെ പേരിൽ നിങ്ങളാരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ബുദ്ധിമുട്ടേണ്ട, ഞാൻ തന്നെ പോലീസിന്റെ അടുത്ത് പോയി പറഞ്ഞോളാം, ഞാൻ തന്നെ പരാതി കൊടുത്തോളാം. അപ്പോൾ ദേവിക പറയണ, പോലീസ് ചോദിക്കും എന്ത് കാരണം കൊണ്ടാണ് അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന്. അപ്പൊ നീ എന്ത് പറയും? അതൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞോണ്ട് ഇവിടെ ആർക്കും ഒരു ദോഷവും വരാത്ത രീതിയിൽ ഞാൻ പോലീസിനോട് കാര്യം പറഞ്ഞോണ്ട്. അപ്പോൾ മുത്തശ്ശി പറയണേ, എന്തിനാണാവോ, സത്യം പറഞ്ഞാൽ മതി, മനോഹരൻ അടിച്ചിട്ടല്ലേ പാർവതി ഇവിടെ നിന്നും പോയത്. അങ്ങനെ ഞാൻ പോലീസിനോട് പറഞ്ഞാലേ അച്ഛനടക്കം പലരും ഇവിടെ തൂങ്ങും. മനോഹരൻ പറയണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അടിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, അതിന് അവളിങ്ങനെ ഇറങ്ങിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അടിച്ചത് ശരിയാണോ അച്ഛാ? അത് ശരിയല്ലല്ലോ. അപ്പോൾ പോലീസ് പിന്നെ അച്ഛനെയാണ് ചോദ്യം ചെയ്യുക, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട, അടിച്ചതിനെ കുറിച്ചൊന്നും പറയേണ്ട. മകള് മരിച്ച ഡിപ്രഷൻ കൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന് ഞാൻ പറഞ്ഞോളാം. കണ്ടില്ലട മനോഹര, അവൻ്റെ നല്ല മനസ്സ് കണ്ടില്ലേ? ഇവൻ തറവാട്ടിൽ പിറന്ന കൊച്ചായതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും അകത്താക്കാൻ ഈ ഒരു കാരണം മാത്രം മതി. ശരത്ത് വിചാരിച്ചാൽ നിങ്ങൾ രണ്ടുപേരും അകത്തു പോവും, പക്ഷെ അവൻ അത് ചെയ്യില്ല. അവൻ നല്ല പയ്യനാണ്, അതുകൊണ്ടാണ് അവൻ അതൊന്നും ചെയ്യാത്തത്. ഇവനെ മനോഹര, നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അതോടുകൂടി ഈ വീട് നല്ല കാലം തുടങ്ങുകയും നല്ലത് മാത്രമേ വരികയുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നു, അന്നാണ് ഈ വീട് രക്ഷപ്പെടൂ. അത് കേൾക്കുമ്പോൾ ദേവികയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും ഇവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഇനിയൊരു വഴക്കിന് സമയമില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ദേവിക അതെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ മനോഹരനും മുത്തശ്ശിയെ താൻ കഴിയുന്നില്ലല്ലോ, ഇവനാണ് യഥാർത്ഥ വില്ലൻ എന്നുള്ളത് അമ്മ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കിക്കോളും എന്നുള്ള ഭാവത്തിലാണ് മനോഹരനും മിണ്ടാതെ ഇരിക്കുന്നത്. അപ്പോൾ ശരത്ത് പറയണേ, വേണ്ട മുത്തശ്ശി, എനിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കേണ്ട, ഇവർ ഇന്നല്ലെങ്കിൽ നാളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കിക്കോളും, അപ്പോൾ ഇവർ തന്നെ എല്ലാം തിരുത്തിക്കോളും എന്ന് പറഞ്ഞ് ശരത്ത് പുറത്തു പോവാണ്. അപ്പോൾ മനോഹരൻ പറയണ ദേവികയോട്, എനിക്ക് തീരെ വിശ്വാസമില്ല അവൻ്റെ ആ പോക്ക്, അവൻ കുഴപ്പിക്കും, ഉറപ്പിച്ചോ അല്ലെങ്കിൽ കണ്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി, ഓ ഇവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ എന്ത് നല്ലത് ചെയ്താലും ഇവരൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചങ്ങ് പോവുകയാണ്. പിറ്റേ ദിവസം പൊന്നുമണിയുടെ വീട്ടിൽ ശരവണന്റെ ഭാര്യ അധികാരം ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. അടുക്കളയിലൊക്കെ കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന പൊന്നുമണി ദേഷ്യം പിടിച്ച് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ചെമ്പകത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. നിന്നോട് ആരാടി പറഞ്ഞത് വല്ലവരുടെയും വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി അധികാരം സ്ഥാപിക്കാൻ? അപ്പോൾ ചെമ്പകം പറയണേ, മറ്റൊരുത്തിയുടെ ഭർത്താവിനെ ഈ വീട്ടിൽ കയറി താമസിപ്പിക്കാം, ഞാൻ അടുക്കളയിൽ കയറുന്നതാണല്ലേ പ്രശ്നം എന്നും പറഞ്ഞ് ചെമ്പകം അകത്ത് പോവാണ്. എന്നിട്ട് പൊന്നുമണി പുറകെ ചെല്ലുകയാണ് ചെമ്പകത്തിന്റെ. എന്നിട്ട് പറയണേ, നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാടി മറ്റൊരുത്തിയെ തേടി നിന്റെ ഭർത്താവ് വന്നത്. എന്താടി നീ പറഞ്ഞത്? എനിക്ക് കഴിവില്ല എന്നോ? എന്നാൽ ഇപ്പം കാണിച്ചു തരാം എൻ്റെ കഴിവ് എന്ന് പറഞ്ഞ് പൊന്നുമണിയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ചെമ്പകം. അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് ശരവണനും അമ്മായും പുറത്തു വരികയാണ് കേട്ടോ. എന്നിട്ട് ശരവണനും അമ്മായും ചെമ്പകത്തെയും പൊന്നുമണിയെ അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ശരവണൻ പറയണേ ചെമ്പകത്തിനോട്, നിന്നെ തല്ലിക്കൊന്നു കളയും ഞാൻ എന്ന് പറയട്ടെ. അപ്പോൾ അമ്മായി പറയണേ, ഇതിപ്പോൾ ഒരു വീടാണോടി, തൃപ്തിയായില്ലേ നിനക്ക്? അപ്പോൾ പൊന്നുമണി പറയണം, അതിന് ഞാനാണോ പ്രശ്നമുണ്ടാക്കിയത്? അപ്പോൾ അമ്മായി പറയണേ, നീ കാരണമല്ലേ ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് താമസിക്കുന്നത്. എൻ്റെ മോനൊന്നും ഇങ്ങ് വന്നോട്ടെ, എന്നിട്ട് നിങ്ങളെ എല്ലാവരെയും അടിച്ചു പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പകം പറയണേ, എന്നെ പുറത്താക്കുന്നുണ്ടെങ്കിൽ ഇങ്ങേര് കൂടി ആവും, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ഞാൻ അങ്ങ് ചാവും. അപ്പോൾ ശരവണൻ പറയണേ, എന്താ ചെമ്പകം, ഒരു വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം? നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്, നിനക്കും കുഞ്ഞിനും ഉള്ളത് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ അങ്ങ് എത്തിച്ചു തന്നോളാം. അപ്പോൾ ഞങ്ങൾക്ക് ചെലവിനുള്ള കാശല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിങ്ങളേനെയാണ്. അപ്പോൾ അമ്മായി പറയണേ, പൊന്നുമണി, സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ഞാൻ എല്ലാവരെയും അങ്ങ് പിടിച്ച് പുറത്താക്കും. അപ്പോൾ ചെമ്പകം പറയണേ, എന്നെ പുറത്താക്കുന്നുണ്ടെങ്കിൽ ഇങ്ങേരിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഞാൻ താമസിക്കും, ഇങ്ങേര് എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഞാനും താമസിക്കും എന്ന് പറഞ്ഞ് ചെമ്പകം ദേഷ്യം പിടിച്ച് അകത്ത് പോവാണ്. അപ്പോഴത്തേക്കും നിരഞ്ജൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് നിരഞ്ജൻ ചെമ്പകത്തിനെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്, ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ വീട്ടിൽ കയറി താമസം തുടങ്ങിയത്? അപ്പോൾ ശരവണൻ പറയണ, അങ്ങനെ ചോദിക്കളിയാ, പെണ്ണായത് കൊണ്ടാണ് ഞാൻ ഇവളെ പിടിച്ച് പുറത്താക്കാതിരുന്നത്, എങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തേനെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശരവണന്റെ കാരണം നോക്കി നിരഞ്ജൻ ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് നിരഞ്ജന്റെ കയ്യിൽ നിന്ന് ശരവണനെ കണക്കിന് കിട്ടുകയാണ്. ആരാടാ ഇത് പറയുക, നീ ആരാണ് ഇവിടത്തെ, പിന്നെ എന്ത് വകയിലേടാ ഞാൻ നിന്റെ അളിയനാകുന്നത്? എങ്ങനെയാടാ നീ എന്നെ അളിയൻ എന്ന് വിളിക്കുന്നത്? എന്നെ നീ വിളിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ നിരഞ്ജൻ അല്ലെങ്കിൽ സാർ അല്ലെങ്കിൽ ഡോക്ടർ, ഇതേണ് നീ എന്നെ വിളിക്കാൻ പാടൂ. വായി തോന്നത് വിളിക്കാനേ ഇത് കള്ളു ഷോപ്പല്ല, മനസ്സിലായോ?
അറിയോടാ എന്നും പറഞ്ഞ് ശരവണനെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ്. നീയൊക്കെ എൻ്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ പോയി ചോദിച്ചാൽ മതി എൻ്റെ ഭൂതകാലം അറിയാൻ. അപ്പം മനസ്സിലാവും ഈ നിരഞ്ജൻ ആരാണെന്നുള്ളത്. എന്നിട്ട് പൊന്നുമണിയോട് എന്താടി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഈ രണ്ടിനെയും ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. നിനക്ക് വല്ല എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവരോടൊപ്പം നീ ഇറങ്ങിപ്പോയിക്കൊള്ളണം. പൊന്നുമണി പറയാണ്, ശരവണൻ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പമാണുള്ളത്? എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ വീട്ടിൽ ചെയ്യാൻ പാടില്ല. എൻ്റെ അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. അത് എന്ത് രക്തബന്ധമാണെങ്കിലും ശരി. എൻ്റെ അമ്മയെ വേദനിപ്പിച്ചാൽ അത് പിന്നെ നിരഞ്ജൻ ക്ഷമിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ശരവണനോടും ചെമ്പകത്തിനോടും ഇറങ്ങിപ്പോവാൻ പറയട്ടോ. അപ്പോൾ ശരവണൻ പറയണ, ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് വരും, എന്നിട്ട് എൻ്റെ കാല് പിടിച്ച് കരയും. സാറ് ജയിച്ചു എന്നൊന്നും കരുതണ്ട, എൻ്റെ മുന്നിൽ വന്ന് തൊഴുതുകൊണ്ട് യാചിച്ചു നിൽക്കും എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശരവണന്റെ കരണം നോക്കി വീണ്ടും നിരഞ്ജൻ കണക്കിന് കൊടുക്കുകയാണ്. ശരവണനെ നിലത്തിട്ട് നന്നായിട്ട് തന്നെ ഇടിക്കുകയാണ്. അപ്പോഴത്തേക്കും ചെമ്പകം കാല് പിടിച്ച് കരയുകയാണ്. വേണ്ട സാറേ, വിട്ടേക്ക്, ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് പിന്നെ നിരഞ്ജൻ വെറുതെ വിടുകയാണ്. മര്യാദക്ക് രണ്ടും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഇനി ഇവിടെ നിന്നാലേ ഇവന്റെ ശവം നിനക്ക് കൊണ്ടുപോവേണ്ടി വരും. അതുകൊണ്ട് ഇവനെയും കൂട്ടി എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ശരവണനെയും കൂട്ടി ചെമ്പകം അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അപ്പോൾ പൊന്നുമണിയോട് നിരഞ്ജൻ ചോദിക്കുകയാണ്, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോടി എന്ന് ചോദിച്ചു ഒച്ചയിടുമ്പോൾ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് പൊന്നുമണി അകത്ത് പോവാട്ടോ. അപ്പോൾ അമ്മയോട് പറയണേ, ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അമ്മയിൽ, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. വേണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അമ്മ തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്. നിരഞ്ജൻ പെട്ടെന്ന് അവരെയൊക്കെ അടിച്ചിടുന്നതൊക്കെ കാണുമ്പോൾ അതിശയത്തോടു കൂടിയാണ്, നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയുമായിരുന്നു, നീ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കെല്ലാം അറിയാം അമ്മേ, പക്ഷേ അതൊന്നും വേണ്ട എന്ന് വെച്ചാണ് ഞാൻ നടന്നിരുന്നത്. പക്ഷേ ഇനി ഞാൻ ഒന്നും നോക്കില്ല. ഇനി എതിർക്കേണ്ട അടുത്ത് ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. അമ്മ എനിക്കൊരു ചൂട് ചായ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞു വിടാൻ കേട്ടോ. പിന്നീട് ശരത്ത് നല്ല ആലോചനയിലാണ് കേട്ടോ. അപ്പോൾ ദേവിക ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി, അമ്മയെക്കുറിച്ച് വല്ലതും അന്വേഷിച്ചോ? നീ ഇവിടെ വെറുതെ ഇരിക്കുന്നതിലും ഭേദം സ്റ്റേഷനിൽ പോയിട്ട് അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്നൊന്ന് അന്വേഷിക്ക്. നീ എന്താ അത് മറന്നോ? ഞാൻ അങ്ങനെ മറക്കത്തൊന്നുമില്ല മോളെ, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യും. അല്ല, നിന്റെ സംസാരം കേട്ടിട്ട് നീ ഇന്നലെ രാത്രിയിൽ അമ്മയെ കണ്ടെന്ന് തോന്നുന്നു. നീ ഇന്നലെ അമ്മയെ കണ്ടിരുന്നോ? കണ്ടു എന്നുള്ള ഭാവത്തിൽ ശരത്തിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിടാ, നീ ഇന്നലെ അമ്മയെ രാത്രിയിൽ കണ്ടിട്ടുണ്ട്. എവിടെയാടാ അമ്മയെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാടാ? ഞാൻ കണ്ടു, ഇന്നലെ അമ്മയെ കണ്ടു. എവിടെയാണ് എൻ്റെ അമ്മ? എവിടെയാണുള്ളത്? ദാ എൻ്റെ പോക്കറ്റിലുണ്ട്. അല്ല, പോക്കറ്റിലല്ല, എൻ്റെ ബാഗിലുണ്ട്. അതുമല്ല, എൻ്റെ ഉള്ളം കൈയിലുണ്ട്. ഒരു പാവം സ്ത്രീയെ അടിച്ചിറക്കി വിട്ടിട്ട് ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു. ഈ കാര്യം നീ മനസ്സിലാക്കിക്കോ. അമ്മയെ കിട്ടിയില്ലെങ്കിലേ രണ്ടുപേരും അകത്താണ്. അമ്മായി അച്ഛനും അരുമോളും കൂടി ഒരുമിച്ച് ഒരു ജയിലിൽ അങ്ങ് കിടക്കാം. അപ്പോൾ ദേവിക പറയണേ, നീ അങ്ങനെ പേടിപ്പെടുത്തല്ലടാ ശരത്തെ. നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തില്ലേ? കർണക്കുറ്റിക്ക് അടിക്കുന്നത് അത് തെറ്റല്ലേ? അത് എന്തിനടിച്ചു? അച്ഛൻ എന്തിനാണ് അമ്മയെ അടിച്ചത്? അതെന്താ നീ ചോദിക്കാത്തത്? എന്താ ഇത്ര ചോദിക്കാനിരിക്കുന്നത്? എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് സംശയമാണെങ്കിൽ നീ സിദ്ധുവിനെ വിളിച്ച് ചോദിച്ചോക്ക്. അങ്ങേര് വലിയ വക്കീലല്ലേ, അങ്ങേര് പറഞ്ഞു തരും ഇതിൻ്റെ നിയമവശങ്ങൾ. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ നിലത്ത് നിർത്തില്ല, കണ്ടോ എന്ന് പറഞ്ഞ് ശരത്ത് ഒന്ന് ദേവികയെ ഭീഷണിപ്പെടുത്തി പോവാണ്. അങ്ങനെ ദേവിക സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പ്രിയ വരുന്നത്. എന്നിട്ട് പ്രിയ ചോദിക്കാൻ, എന്താ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത്? പ്രശ്നം? അമ്മയും മുത്തശ്ശിയും എവിടെ? അപ്പോൾ ദേവിക പറയണേ, അമ്മ ഇവിടെ ഇല്ല. എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. അപ്പോഴത്തേക്കും മനോഹരൻ പറയാണ്, എന്താ ഇവിടെ, എന്താ പ്രശ്നം? അമ്മ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ മനോഹരൻ പറയണ, ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഞാനും പാർവതിയും തമ്മിലുണ്ടായി. ഇതിൻ്റെ പേരിൽ എനിക്ക് പാർവതിയെ ഒന്ന് അടിക്കേണ്ടി വന്നു. അതിൻ്റെ ദേഷ്യത്തിലാണ് പാർവതി ഇറങ്ങിപ്പോയത്. അപ്പോൾ പ്രിയ പറയണ, അമ്മ എവിടേക്ക് പോവാനാണ്? അമ്മ വല്ല ബന്ധുവീട്ടിലും പോയിട്ടുണ്ടാവും. അപ്പോൾ ദേവിക പറയണ, ഞങ്ങൾ അറിയുന്ന എല്ലാ ബന്ധുവീട്ടുകളിലും ചോദിച്ചു, പക്ഷേ അമ്മ അവിടെ ഒന്നും ചെന്നിട്ടില്ല. അമ്മയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ നല്ല വാശിയിലായിരുന്നു. ആര് പറഞ്ഞിട്ടും അമ്മ കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അങ്ങനെയാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ മനോഹരൻ ഒന്നും പറയാതെ അകത്ത് പോവാട്ടോ. അപ്പോൾ പ്രിയ പറയണേ, ചേച്ചി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് എന്തോ അപകടം പറ്റിയതായിട്ട്. നമുക്ക് അമ്മ എവിടെയാണെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ദേവിക പറയണേ, എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? അമ്മ ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ കരഞ്ഞോണ്ട് പറയട്ടെ. അപ്പോഴത്തേക്ക് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് മുത്തശ്ശി പറയണേ, എവിടെ? പാർവതി ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല. എങ്ങനെയാണ് അവൾ ഈ വീട്ടിൽ ഇനിയും ഇതിലും കൂടുതൽ അപമാനിതയായിട്ട് എങ്ങനെ ജീവിക്കാനാണ്? എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണ്. ഇവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ വീട്ടിലെ കഷ്ടകാലം. ഇവൾ ഇവരേക്ക് വരുന്നതിൻ്റെ മുന്നേ ഈ വീട് എന്ത് സന്തോഷത്തിലായിരുന്നു. ഇവൾ ഒറ്റൊരുത്തി വലതുകാല് വെച്ച് കയറി
കയറി അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി വല്ലാതെ ദേവികയെ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ പ്രിയ പറയണേ, ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ മുത്തശ്ശി പറയണേ, പ്രിയ നിനക്കൊന്നും അറിയില്ല, ഇവള് വന്ന് കയറിയ ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് വീണ്ടും മുത്തശ്ശി കുറ്റപ്പെടുത്തിയ ശേഷമാണ് അകത്ത് പോകുന്നത്. അപ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് പറയണേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഇതുവരെയും രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചത്, എന്നിട്ടും എനിക്ക് ഈ കുറ്റം മാത്രം. അപ്പോൾ പ്രിയ പറയണേ, ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് കരയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് എല്ലാവർക്കും ശരത്ത് ഒരു ചതിയനാണെന്നുള്ളത് മനസ്സിലാവും, അതുവരെയാണ് ചേച്ചിയെ ഇങ്ങനെ ഇവർ കുറ്റപ്പെടുത്തൂ എന്ന് പറഞ്ഞ് പ്രിയ ദേവികയെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് ദേവിക സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് സിദ്ധുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അമ്മ എവിടെയാവും പോയിട്ടുണ്ടാവുക, എനിക്കിപ്പോൾ ശരത്തിനെ സംശയിക്കാനും കഴിയുന്നില്ല, കാരണം അമ്മ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ശരത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സിദ്ധു പറയണ, അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ശരത്ത് പുറത്തു പോയില്ലേ, അപ്പോൾ അമ്മയെ ശരത്ത് കണ്ടിട്ടുണ്ടാവും, ശരത്തിൻ്റെ കസ്റ്റഡിയിലാണ് അമ്മ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരത്ത് ഒരിക്കലും നമ്മൾ അവനെ സംശയിക്കുന്നുണ്ട് എന്ന് അറിയരുത്, എന്നിട്ട് ശരത്തിൻ്റെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കണം, എന്നിട്ട് അമ്മ എവിടെയാണെങ്കിലും അവൻ്റെ കസ്റ്റഡിയിലാണുള്ളതെങ്കിൽ നമുക്ക് അമ്മയെ കണ്ടെത്തുകയും ചെയ്യാം. ഇതുവരെ ശരത്തിനെ നമ്മൾ സംശയിക്കുന്നതായിട്ട് അവന് തോന്നരുത്, എന്നിട്ട് അവൻ അറിയാതെ അവനെ നമുക്ക് നിരീക്ഷിക്കാം, എന്നിട്ട് നമുക്ക് അമ്മയെ കണ്ടെത്തുകയും ചെയ്യാം. അതുവരെ ശരത്തിനെ നമുക്കിപ്പോൾ സംശയിക്കുന്നതായിട്ട് അവന് തോന്നരുത് എന്നൊക്കെ സിദ്ധുവും ദേവികയും കൂടി പറയട്ടോ. അങ്ങനെ അമ്മ തിരിച്ചു വരട്ടെ, അതുവരെ നമുക്കിപ്പോൾ ശരത്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ അവനെ കൊന്നു കളയുമെന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അമ്മയെ അവനിപ്പോൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക, അല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ കഥ ഞാൻ കഴിക്കുമെന്നുള്ളത് അവന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും. അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അത് ചെയ്യാതിരിക്കില്ല എന്ന് അവനറിയാം, അപ്പോൾ അമ്മ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനെ ഞാൻ ഉപദ്രവിക്കില്ല എന്നുള്ളത് അവന് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവന് അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയാണ്, അതുകൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അമ്മ തിരിച്ചു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ ദേവിക സിദ്ധുവിനോട് പറയുകയാണ്.